നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സക് എന്ന് പറയുന്ന ഒരു സഹായക്രിയയെക്കുറിച്ചാണ്. സക്ന എന്ന് പറഞ്ഞാൽ കഴിയുക എന്നർത്ഥം. എക്സാമ്പിളിൽ കൂടെ നമുക്ക് നോക്കാം. മേ കർ സക്താ ഹും അല്ലെങ്കിൽ മേ കർ സക്തി ഹും എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എനിക്ക് എന്നാണ് പറഞ്ഞത്, പക്ഷേ എന്നിട്ട് നമ്മൾ മേമാണ് യൂസ് ചെയ്തത്. അപ്പോൾ സക്ന എന്നുള്ള സക്താഹും അല്ലെ സക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കർത്താവിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു പ്രത്യയങ്ങളും നമ്മൾ ചേർക്കത്തില്ല. മേ എന്ന് തന്നെ പറയത്തുള്ളൂ. മേ കർ സക്താഹും എനിക്ക് ചെയ്യാൻ പറ്റും, അല്ല ഞാൻ ചെയ്യാൻ പറ്റും എന്നല്ല പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് മേ കർ സക്താഹും അല്ലെങ്കിൽ മേ കർ സക്തി ഹും എന്ന് പറയും. വേ കർ സക്തേ ഹേ അല്ലെങ്കിൽ കർ സക്തി ഹേ, അത് പുല്ലിംഗം ബഹുവചനം ആണോ അല്ലെങ്കിൽ സ്ത്രീലിംഗം ബഹുവചനമാണോ എന്നുള്ള അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയും. വേ കർ സക്തേ ഹേ. അവന് കയറാൻ കഴിയും. വഹ് ചഡ് സക്താ ഹേ, ചഡ്ന കയറുക. വഹ് ചഡ് സക്താ ഹേ, അവന് കയറാൻ കഴിയും. അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റും. വഹ് ഖാന ബനാ സക്തി ഹേ, ഉണ്ടാക്കാൻ പറ്റും. ബനാ സക്തി ഹേ, ആഹാരം എന്നുള്ളതിന് ഖാന. വഹ് ഖാന ബനാ സക്തി ഹേ, അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റും. ഉഡ് സക്താ ഹേ എന്ന് പറഞ്ഞാൽ പറക്കാൻ കഴിയും. ഉഡിന എന്ന് പറഞ്ഞാൽ പറക്കുക. ഉഡ് സക്താ ഹേ എന്ന് പറഞ്ഞാൽ പറക്കാൻ കഴിയും. ക്യാ കർ സക്താ ഹേ, എന്ത് ചെയ്യാൻ കഴിയും. എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ ചോദിക്കുന്നതിന് ക്യാ കർ സക്താ ഹേ. അടുത്തത് പ്രാർത്ഥന കർ സക്താ ഹേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയും. ബുലാ സക്താ ഹേ, വിളിക്കാൻ കഴിയും. ഇനി പറ്റില്ല, കഴിയില്ല എന്നുള്ളത് വരുന്നതിന് വേണ്ടി നഹി ചേർത്ത് പറയും. നഹി ബൻ സക്തി, ആകാൻ കഴിയില്ല. നഹി ജാ സക്തി, പോകാൻ കഴിയില്ല. നഹി കർ സക്തേ, ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ വെച്ച് നിങ്ങൾ തന്നെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് പഠിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. ആപ് ഉധർ ജാ സക്തേ ഹേ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അവിടെ പോകാൻ കഴിയും. ആപ് ഉധർ ജാ സക്തേ ഹേ. ആപ് ഉധർ സേ ജാ സക്തേ ഹേ എന്ന് പറഞ്ഞാൽ ഉധർ സേ, അവിടെ നിന്ന്, താങ്കൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയും. ആപ് ഉധർ സേ ജാ സക്തേ ഹേ. ഇനി നമ്മൾ ചോദിക്കുക ജാ സക്താ ഹേ ക്യാ എന്ന് പറഞ്ഞാൽ പോകാൻ കഴിയുമോ. ജാ സക്താ ഹേ ക്യാ, പോകാൻ കഴിയുമോ. ആപ് ഉധർ ജാ സക്തേ ഹേ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് അവിടെ പോകാൻ കഴിയും. ആപ് ഉധർ സേ ജാ സക്തേ ഹേ, താങ്കൾക്ക് അവിടെ നിന്ന് പോകാൻ കഴിയും. ജാ സക്താ ഹേ ക്യാ, പോകാൻ കഴിയുമോ. അങ്ങനെ നമുക്ക് ഏത് സെൻറ്റൻസുകൾ വേണേലും ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ്, എനിക്ക് നടന്ന് വീട്ടിൽ പോകാൻ പറ്റും. നടന്നെന്നുള്ളതിന് പൈതൽ. മേ പൈതൽ ഘർ ജാ സക്താ ഹൂം, എനിക്ക് നടന്ന് വീട്ടിൽ പോകാൻ പറ്റും. മേ പൈതൽ ഘർ ജാ സക്താ ഹൂം. നെക്സ്റ്റ്, ഹം റുപ്പേ കിത്തനി ബാർ നിക്കാൽ സക്തേ, നമ്മൾ ബാങ്കിൽ നിന്ന് എത്ര പ്രാവശ്യം പൈസ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന, നമ്മൾക്ക് രൂപ എത്ര പ്രാവശ്യം എടുക്കാൻ പറ്റും. ഹം റുപ്പേ കിത്തനി ബാർ, എത്ര പ്രാവശ്യം. നിക്കാൽ സക്തേ ഹേ, എടുക്കാൻ പറ്റും. ATM നിന്നൊക്കെ എടുക്കുന്നതിന് നിക്കാലിനാന്നാണ് പറയുന്നത്. നിക്കാൽ സക്തേ, ഹം റുപ്പേ കിത്തനി ബാർ നിക്കാൽ സക്തേ ഹേ. മണത്തു നോക്കാൻ കഴിയും. മണക്കുക എന്നുള്ളതിന് സൂഘിന എന്നാണ് പറയുന്നത്. അപ്പം മണത്തു നോക്കാൻ സൂങ്കർ ദേഖ് സക്താ ഹേ, മണത്തു നോക്കാൻ കഴിയും. പൂവ് മണത്തു നോക്കാൻ കഴിയും. ഫൂൽ സൂങ്കർ ദേഖ് സക്താ ഹേ, സൂങ്ക് കർ ദേഖ് സക്താ ഹേ. നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാൻ പറ്റും. ആപ് കിത്തനെ പ്രകാർ കാ, എത്ര തരത്തിലുള്ള. കിത്തനെ പ്രകാർ കാ. പക്കവാൻ എന്ന് പറഞ്ഞാൽ പലഹാരം. ഉണ്ടാക്കാൻ പറ്റും. ബനാ സക്തേ ഹേ. ആപ് കിത്തനെ പ്രകാർ കാ പക്വാൻ ബനാ സക്തേ ഹേ, നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരം. കിത്തനെ പ്രകാർ കാ എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ളത്. ആപ് കിത്തനെ പ്രകാർ കാ പക്വാൻ ബനാ സക്തേ ഹേ. എനിക്ക് പോകാൻ കഴിയുമോ അല്ലെങ്കിൽ പോകാൻ പറ്റുമോ. ക്യാ മേ ജാ സക്താ ഹൂം, നമ്മൾ പെർമിഷൻ ചോദിക്കുക. ക്യാ മേ ജാ സക്താ ഹൂം. ക്യാ മേ ഇധർ ബൈഠ് സക്താ ഹൂം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമോ. ക്യാ മേ ജാൻ സക്താ ഹൂം, എനിക്ക് അറിയാൻ കഴിയുമോ. ഇപ്പോൾ നിങ്ങളുടെ പേരറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ക്യാ മേ ജാൻ സക്താ ഹൂം. സക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പഠ് സക, പഠിക്കാൻ കഴിഞ്ഞു. ഇന്നെനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. മേ ആജ് പഠായി നെയ് കർ സക എന്നോ അല്ലെങ്കിൽ മേ ആജ് പഠ് നെയ് സക എന്നോ പറയാം. ഇന്നെനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. മേ ആജ് പഠ് നെയ് സക, നെയ് ചേർത്ത് പറഞ്ഞാൽ മതി കഴിഞ്ഞില്ല എന്നുള്ളതിന്.
मैं आज पढ़ नहीं सका. ബോൽ സക പറയാൻ കഴിഞ്ഞു. ബോൽന പറയുക, ബോൽ സക പറയാൻ കഴിഞ്ഞു. നാച്ച് സക നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. നാച്ചിന നൃത്തം ചെയ്യുക, നാച്ച് സക നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. ദേഖ് സക ദേഖിന കാണുക, ദേഖ് സക കാണാൻ കഴിഞ്ഞു. ഉത്താർ സക ഉത്താർന എന്ന് പറഞ്ഞാൽ ഇറക്കുക, എന്തെങ്കിലും സാധനം ഇറക്കുക അല്ലെ ആളെ ഇറക്കുക എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഉത്താർ സക ഇറക്കാൻ കഴിഞ്ഞു. ബോൽ സക പറയാൻ കഴിഞ്ഞു. നാച്ച് സക നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. ദേഖ് സക കാണാൻ കഴിഞ്ഞു. ഉത്താർ സക ഇറക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം വെച്ച് വീണ്ടും വീണ്ടും സെൻറ്റൻസുകൾ ഉണ്ടാക്കി നന്നായി പ്രാക്ടീസ് ചെയ്യണം. बार बार वीडियो देखकर अच्छा से प्रैक्टिस कीजिए. थैंक यू.